ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. യേശുതമ്പുരാൻ്റെ അടുക്കൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് കൊണ്ടുവന്ന ആ സ്ത്രീയെയും കൊണ്ടുവന്നവരെയും നമുക്കറിയാം. അവരുടെ ആവശ്യം അവളെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതായിരുന്നു. അവളെ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്നാണ് അവർ പറയാതെ പറഞ്ഞത്. യേശുതമ്പുരാൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ആരും എറിഞ്ഞില്ല. എന്ന് മാത്രമല്ല, തങ്ങളുടെ കൈകളിലുണ്ടായിരുന്ന കല്ലുകൾ താഴെയിട്ടിട്ട് മടങ്ങിപ്പോയി. അന്നേരം യേശുതമ്പുരാൻ അവളോട് പറഞ്ഞു, പോക, ഇനി മേലിൽ പാപം ചെയ്യരുത്. യേശുതമ്പുരാനോടൊപ്പം ക്രൂശിൽ കിടന്ന കള്ളനോട് യേശുതമ്പുരാൻ പറഞ്ഞത്, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിൽ ഇരിക്കും എന്നാണ്. ഈ സമൂഹത്തിന് നിന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് യേശുവിന് പകരം ബറാബാസിനെ ചോദിച്ചു വാങ്ങിയവരാണ്. ഈ കള്ളനെയും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ക്രൂശിൽ തൂക്കുവാൻ തക്കവണ്ണം ഈ കള്ളനെയും ഏൽപ്പിച്ചു കൊടുത്തതാണ്. സമൂഹം തള്ളിക്കളഞ്ഞ യേശുതമ്പുരാനിൽ ഒരു രാജാവിനെ കാണുവാനായിട്ട് ഈ കള്ളന് സാധിച്ചതുകൊണ്ട് അവന് പറുദീസായ്ക്ക് അവകാശിയായി മാറുവാനായിട്ട് സാധിച്ചു. കർത്താവിൽ സ്നേഹമുള്ളവരെ, നാം എല്ലാവരും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാവുകയാണ് എങ്കിൽ ആ പറുദീസായിലേക്ക് എനിക്കും നിങ്ങൾക്കുമൊക്കെ സ്വീകരണമുണ്ടാകും എന്ന് നമ്മുടെ കർത്താവ് നമ്മളോട് കൽപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാമത്തെ തിരുവചനം, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. അതേ പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെടുവാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് നമുക്കും ചെല്ലാം. പാപങ്ങൾ ഏറ്റുപറയാം. ദൈവം അനുഗ്രഹിക്കട്ടെ.